എന്നെ പറ്റിച്ചു. ആര്? ഞാനോ? എന്റെ സീൻ പിടിക്കും ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ഞാൻ എന്ത് ചെയ്യും? പറ്റും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ്. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് ഷൂട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഇന്ന് ലുലു മോളിൽ പോയിട്ട് എന്ത് ചെയ്തിരുന്നു പറഞ്ഞാൽ എനിക്ക് അതെ, എനിക്കിന്ന് ഭയങ്കര കാര്യത്തിൽ ടെഡ്ഡി ബിയറൊക്കെ എടുത്തരാം. അതായത് നമ്മളൊരു ഗെയിമില്ല, നമ്മൾ മറ്റൊരു മെഷീനിൽ ഇങ്ങനെ ടെഡ്ഡി ബിയർ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ഗെയിമില്ല. ഗെയിമിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, നിനക്കറിയാം? അപ്പോൾ അതിൻ്റെ പേരറിയുന്നവരെന്താണെന്ന് അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് അവിടുന്ന് ടെഡ്ഡി ബിയർ എടുത്തരാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാക്കനാട് സൈഡുള്ള തമാം കുഴിമന്തിയിലാണ് വന്നേക്കുന്നത്. അല്ല, കുഴിമന്തി തന്നെ കഴിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും കഴിച്ചോ? വേണ്ട, കുഴിമന്തി എനിക്കത് കുഴിമന്തി കഴിച്ചാൽ മതി. കേട്ടാ, എന്തൊരു മാറ്റിപ്പിടി. എപ്പോഴെങ്കിലൊക്കെ കുഴിമന്തി ഒന്ന് മാറ്റിപ്പിടിക്കും. ഇത് എപ്പോഴും കുഴിമന്തി ബോറടിക്കുന്നില്ല? ഇല്ല. ഇല്ല, എനിക്ക് ബോറടിച്ചു. സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. അത് നീ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. കഴിക്കണ്ട, അത്രേ ഉള്ളൂ. കുഴിമന്തി ഫാൻസ് കമന്റ് ബിലോ. ഗൈസ്, ഷോപ്പ് തുറന്നിട്ടില്ല. ഷോപ്പ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ മന്തി ആയിട്ടില്ല എന്നെഴുതി മന്തി കഴിക്കാനും ഇടത്തില്ല. ഇന്നത് അടുത്ത മന്തി ഷോപ്പിലോട്ട് എന്നെ കൊണ്ട് പോവാണ്. അറേബ്യൻ പാലസിൽ പോവാന്ന് വിചാരിച്ചു. ബട്ട് എനിക്ക് ഇവിടുത്തെ മന്തി ഭയങ്കര ഇഷ്ടമാണ്. മന്തി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ബിരിയാണി കഴിക്കുമ്പം അത് ഇങ്ങനെ ഉണ്ടാകും. മന്തി വിട്ടുള്ളൊരു കളിയില്ല, അല്ലെങ്കിൽ ഞാൻ സൂഫി മന്തിക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് ലുലു മോളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല വിശപ്പുള്ള കാരണം ഷൂട്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ലുലു മോളിലോട്ട് വന്നു. ഇനി ഹെഡ് വെയർ മറക്കണ്ട, എടുത്തരാണ്. അതാണ് മെയിൻ. ഞാനും എടുക്കും, അതുപോലെ ഇവളും എടുക്കും. അതില്ല, അത് നമ്മുടെ പ്ലാനിൽ ഈ പ്ലാൻ ഇല്ല. ഈ പ്ലാൻ ഉണ്ട്. അവനത് ഞാൻ മാത്രം എടുത്തെന്തെങ്കിലും ശരിയാവാ. അവൻ എടുത്തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനല്ല എടുത്തരണ്ട. ഞാൻ എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തരുന്നില്ല. എന്താണ് ഒമ്പേ പോയനെ ഉരുണ്ട് വീണാൻ. ഒന്നാമത് ഏറ്റവും കട്ടി വലുതായിട്ടുള്ള ഒരു ഡ്രസ്സ് ഫ്രോക്ക് ഇട്ടിട്ട് എല്ലാ തൂത്തുമാറ്റി നടക്കുക. ഞാനിവിടെ എല്ലാ പൊടിയും എല്ലാ മണ്ണും എല്ലാ അഴക്കും എൻ്റെ ഫ്രോക്കുകളുണ്ടാ. ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം കേട്ടോ വീഡിയോയില്. നല്ല പ്രിച്ചി ഔട്ട്ഫിറ്റാണ്. ഗായ്സ്, കിട്ടിയിരിക്കുന്നു ഫൈനലി. ഇതെന്താ ശരിയല്ലേ? വേറെ കുറെ കുട്ടികൾ ഇവിടെ പിക്നിക്ക് ടൂറിന് വന്നേക്കാ തോന്നുട്ടോ. കുറെ പേരുണ്ട്. കഴിഞ്ഞു. ഞാനില്ല, നീയാ വാണ്ട് വന്നാ. അയ്യോ മാൻ, ഒരു മിനിറ്റ് കേട്ടോ. ഓ നോ, ബൈ. ഒന്നുകൂടെ നോക്കട്ടെ. യെസ്. നോ, എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും കിട്ടിയില്ല. സമയമുണ്ട്, 1 മിനിറ്റ് സമയമുണ്ട്. അതുകൊണ്ട് സാവധാനം എടുത്താൽ മതി. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ടില്ലേ? പിന്നെ ഒരു സാധനം നോക്കാൻ പറഞ്ഞാൽ ടെൻഷൻ അടിക്കുന്ന ആളാ. ഇങ്ങോട്ട് ഇങ്ങനെ വരുള്ളൂ. അങ്ങോട്ട്. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേറെ നോക്കാം. അടുത്ത നോക്കാം. ഇതെടുക്കാവോ? സിമ്പിളായിട്ട് നിൽക്കുന്നേ. സിമ്പിളാന്ന് പറയും. അതെ. എന്താ വരുന്നില്ലേ? പേരില്ലാണ്ട് ഞാൻ പോകൂല കേട്ടാ. ഒന്നെങ്കിലും എടുത്തോ. നോക്കാം. ഇതിലോട്ട്
എല്ലാരും വിളിച്ചു. സ്കിൽസ് പുറത്തെടുക്കും, ഞാൻ ഒന്ന് കളിക്കട്ടെ. കഴിഞ്ഞല്ലേ? ഇനിയില്ല, കഴിഞ്ഞു. നീ 5 തവണ കളിച്ച് ആ എടാ. റീചാർജ് ചെയ്തിട്ട് പുരുഷനിപ്പം യുദ്ധമൊന്നും ഇല്ലേ? ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം. എന്നെ പറ്റിച്ചു. ആര്? ഞാനോ? ഇങ്ങനെ എനിക്ക് എടുത്ത് തരാന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ? എന്നാലും അത് എടുത്തരാൻ പറ്റിയില്ലല്ലോ. ഞാനിന്ന് നീ നോക്കിട്ട് എടുത്ത് കിട്ടിയാ നിനക്ക്? പിന്നെന്നാ? ഞങ്ങൾ ഒരു തവണ എടുത്തിട്ടുണ്ടോ? അത് ശരി. ഫ്രണ്ട്സ് ആയിട്ട് പോയപ്പോ എവിടെ നിന്നാണ്, ശോഭ സിറ്റി ആണെന്നാ തോന്നുന്നത്, അതാ ബ്രൂക്ക് ഫീൽഡ് ആണോ ഓർമ്മയില്ല. ബോള് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പറ്റും, ഇത് പറ്റുന്നുണ്ടോ? കുറച്ച് ചാൻസ് കിട്ടുന്നു. എനിക്ക് ടെഡ്ഡി ബിയർ വേണം. ടെഡ്ഡി ബിയർ വേണോ? നമുക്ക് വാങ്ങാം ടെഡ്ഡി ബിയറിന്. അയ്യോ, ഇത് അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ കയറുമായിരുന്നു. എന്റെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. കാരണം എനിക്ക് ഈ അമ്യൂസ്മെന്റ്, അഡ്വഞ്ചേഴ്സ് കാര്യങ്ങൾ കുറച്ച് ഇഷ്ടം, ഭ്രാന്തും കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികളുടെ സാധനമാണെങ്കിലും ലുലുമാളിലെ ഈ എന്താ പറയുക, ഇതിനെ മിക്സ് ഏരിയ ആണെങ്കിൽ പോലും ഒരു എന്താ പറയുന്നേ, ആകാംക്ഷ അല്ലല്ലോ പറയുന്നത്, ഇതിനെന്താ പറയുന്നേ? കൂടുതൽ പറഞ്ഞ് ചളവാക്കണ്ട, നല്ലത്. എക്സൈറ്റ്മെന്റ് അതുകൊണ്ട് ഇച്ചിരി കൂടുതലുണ്ട്. റീചാർജ് ചെയ്തല്ലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ഇതിലെന്തോ ചീറ്റിംഗ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് അത് ക്യാച്ച് ചെയ്താ, എന്നിട്ട് കിട്ടിയില്ല. അടുത്ത് നോക്കാം. ഇത് എത്രാമത്തെ ട്രൈ ആണ് ഇവിടെ? 6, 7 അല്ല, ടോട്ടൽ നോക്കുമ്പോ ഇത് 8. എന്താ ചെയ്യാ? ഇതല്ലേ എടുക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. എന്താ വേണ്ട പറ. ഇതിലിവിടെ നിർത്തണോ അതൊക്കെ വേറെ ഐഡി കയറണോ? മോളെ പറ, ചേച്ചിനെ കാണാൻ എങ്ങനെയുണ്ട്? അങ്ങനെ പറ. ഓക്കേ ഗയ്സ്, ഫൈനലി ഞാൻ ഏറിയിരിക്കുകയാണ്. എങ്ങനെ ക്ലിപ്പ് ചെയ്യും ഇവര്? എങ്ങനെ ക്ലിപ്പ് ചെയ്യും? ഡ്രസ് തോന്നുന്നു. എന്റെ സീൻ പിടിക്കും ഇവിടെ നിൽക്കുന്ന എല്ലാവരും. ഞാൻ എന്ത് ചെയ്യും? തലകുത്തി മറിയുന്ന ഒരു സംഭവമാണ്. ഇത് ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ഇവനെവിടെ പോയി? ഹായ് പിച്ചക്കാരെല്ലാം ടാറ്റ പറഞ്ഞു. ചെടിക്കലെ വിക്രമേട്ടാവും പോവും. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? നമ്മള് താമരശ്ശേരി ചുരന്ന് ഒരിക്കലും ആ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോകും. എന്നിട്ട് അപ്പുറം ഇപ്പുറം ഭയങ്കരമായ കുഴി ഇറക്കല്ലേ. പണ്ടാരാണെങ്കിൽ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിൽക്കണ്. കട്ടിക്കും വേണ്ടി വ്യത്യാസത്തിന് സ്റ്റെയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. നമ്മുടെ ഇഞ്ചിന് തവിട് വിട്ടില്ല. കാത്തോളി ഒറ്റ വിളിയാണ്.
എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ അടിപൊളിയായിരുന്നു. എന്താ കണ്ടത് വിആറില്? എടാ ബൈക്ക് റൈഡ് ആയിരുന്നു, ബൈക്ക് റേസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബൈക്ക് റേസ്? മറ്റേ കാറ്റിൽ പോകുന്ന ബൈക്ക് റേസ് കൊള്ളായിരുന്നു. പേടിച്ചോ? എന്റെ മുഖം കണ്ടിട്ട് എവിടെയും പേടിച്ചതായി തോന്നിയോ? എന്റെ മുഖത്ത് ഒരുപാട് എക്സ്പ്രഷൻസ് വരുന്നുണ്ടായിരുന്നു. എന്ത് എക്സ്പ്രഷൻ? ഞാൻ അവരെ ഫസ്റ്റ് ആവാൻ വേണ്ടിട്ടുള്ള ഓട്ടിക്കായിരുന്നു ഞാൻ അവിടെ കിടന്നിട്ട്. അത് ഓടിച്ച് നീ ഫസ്റ്റ് എത്തിയാ? സത്യം പറ, ആദ്യത്തെ ഫസ്റ്റ്. ബാക്കിയുള്ളവരാ? ബാക്കിയുള്ളവരൊക്കെ ലാസ്റ്റ്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ റൈഡിലൊക്കെ കയറി കഴിഞ്ഞു. അടിപൊളിയായിരുന്നു റൈഡ്. ഒക്കെ ടയർഡ് അലമ്പായി കോലം. ഒന്ന് ടച്ചപ്പ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പോയിട്ട് ഷൂട്ട് എടുക്കും. ഈ കോസ്റ്റ്യൂം അടിച്ചല്ലോ, കോസ്റ്റ്യൂം അടിച്ചെടുക്കും. എങ്ങനെയുണ്ട് ഗൈസ് കോസ്റ്റ്യൂം? നന്നായിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷൂട്ടിന് വേഗം പോട്ടെ. സൺസെറ്റിന് മുന്നേ പോണം, ഇല്ലെങ്കിൽ ലൈറ്റ് കിട്ടலாம். ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഷൂട്ടും കഴിഞ്ഞു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. അവൻ ചത്തു. ഞാൻ ഫുൾ എനർജി. കഷ്ടപ്പെട്ട് നിലത്ത് ഉരുണ്ടും മറിഞ്ഞൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഞാനാണല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികം അത് ഒരു ഇതുണ്ടല്ലോ, എന്താണ് മോഡല് വെള്ളത്തിൽ ചാടുമ്പോ ക്യാമറമാൻ ഒരുമിച്ച് ചാടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഇനി തൊട്ട് അങ്ങനെയാണ്. അപ്പോ ഇന്നത്തെ വ്ളോഗ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുട്ടി വ്ളോഗ്. എന്താണെന്ന് ചോദിച്ചാലോ വലുതായിട്ടൊന്നുമില്ല, ഞങ്ങളുടെ ഒരു ചെറിയൊരു ഡേ. കുട്ടി വ്ളോഗ് എന്നും പറഞ്ഞിട്ട് വലിയ വ്ളോഗാണ്. ക്യൂട്ട്നെസ് കൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ കണ്ടിരുന്നുള്ളൂ. ക്യൂട്ട്നെസ് വാരി വിതറുന്നു. വേണ്ട പ്ലീസ്, ട്രോൾ വരും. അപ്പൊ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ. ഇന്നത്തെ വീഡിയോ മതി എന്ന് പറയായിരുന്നോ? അപ്പൊ അടുത്ത വീഡിയോ ഏതാ വേണ്ടേ എന്ന് നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളെല്ലാം കമന്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അതുപോലെയുള്ള വീഡിയോസ് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നതാണ്. ഓ എന്റെ ഇത്രയൊക്കെ മലയാളം എവിടെന്നാണോ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇങ്ങനെയൊക്കെ മലയാളമൊക്കെ കുത്തിക്കയറി വരുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഫുൾ ടൈം ഇംഗ്ലീഷ് മാത്രമേ വരുള്ളൂ. എവിടെ നിന്ന് ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മാത്രം മലയാളം തന്നെ ആൾക്ക് അറിഞ്ഞൂടാ അല്ലെ? വീഡിയോ ഓൺ ചെയ്താൽ അപ്പൊ മലയാളം, വീഡിയോ ഓഫ് ചെയ്താൽ പിന്നെ ഇംഗ്ലീഷ്. അപ്പൊ ഓക്കെ ഗൈസ്, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ഭയങ്കരം തന്നെ.